ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഓൾറെഡി ട്രാൻസ്ഡ്യൂസിൻ്റെ ക്ലാസിഫിക്കേഷൻസൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ എന്താണ് ഓൾറെഡി ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു ക്വാണ്ടിറ്റീനെ വേറൊരു ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യും, അതാണ് ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ നമുക്ക് ഏതാണ്, ഇപ്പോൾ സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെയിൻ ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ആ സ്ട്രെയിൻ മെഷർ ചെയ്യണമെങ്കിൽ വി ആർ യൂസിങ് എ സ്ട്രെയിൻ ഗേജ്, സോ ദാറ്റ് വി വിൽ ഗെറ്റ് ദി ഔട്ട്പുട്ട് ആസ് വോൾട്ടേജ് or current or some other electrical or mechanical parameters. Like that we can measure physical quantities. Therefore, what is a resistive transducer? The transducer whose resistance varies because of the environmental effects, such a type of transducer is known as a resistive transducer. അപ്പോൾ നമ്മൾ സ്ട്രെയിൻ ഗേജിൻ്റെ കേസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ കേസിൽ എന്താണ്, നമ്മളൊരു സ്ട്രെയിൻ ഗേജിൻ്റെ കേസിൽ നമ്മളൊരു സ്ട്രെയിൻ കൊടുക്കുമ്പോൾ ആ ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് വേരി ചെയ്യും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സ്ട്രെയിനിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ആ റെസിസ്റ്റൻസ് വേരിയേഷൻ. അപ്പോൾ എൻവയോൺമെൻറ്റൽ ഇഫക്ട്സ് കൊണ്ട് റെസിസ്റ്റൻസിന് വേരിയേഷനാണ് വരുന്നതെങ്കിൽ, ഇത് വേരിയേഷൻസ് ഒക്കേർഡ് ഇൻ റെസിസ്റ്റൻസ് ഈസ് കോൾഡ് റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ. ദ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഈസ് മെഷേർഡ് ബൈ AC or DC മെഷറിംഗ് ഡിവൈസ്. നമ്മൾ ഏതെങ്കിലും ഡിവൈസ് ഉപയോഗിച്ചിട്ട് ആ റെസിസ്റ്റൻസ് മെഷർ ചെയ്യും. The resistive transducer is used for measuring physical quantities like temperature, displacement, vibrations, etc. Okay. അപ്പോൾ എന്താണ് റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ? ട്രാൻസ്ഡ്യൂസറിൻ്റെ ബേസിക് പ്രിൻസിപ്പിളിൽ റെസിസ്റ്റൻസിനാണ് ചേഞ്ച് വരുന്നതെങ്കിൽ അതിനാണ് റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ലൈക്ക് ടെമ്പറേച്ചർ, ഡിസ്പ്ലേസ്മെൻറ്റ്, വൈബ്രേഷൻസ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്യും. കാരണം ടെമ്പറേച്ചറിലൊരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ ദർ ഷുഡ് ബി എ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്. ഓക്കെ. ഓൾസോ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ്, ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഓൾസോ ക്യാൻ ബി കൺവേർട്ടഡ് ടു ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്. ഓക്കെ. സിമിലർലി ഫോർ വൈബ്രേഷൻസ്. The measurement of physical quantity is quite difficult. The resistive transducer converts the physical quantities into variable transducer, which is easily measured by the meter. The resistive transducer converts physical quantity into variable transducer. അല്ലെങ്കിൽ ആക്ച്വലി വേരിയബിൾ ട്രാൻസ്ഡ്യൂസർ അല്ല, വേരിയബിൾ resistance, which is easily measured by the meters. Okay. The process of variation in resistance is widely used in the industrial applications. Okay. The resistive transducer can work both as primary as well as secondary transducers. ഇപ്പോൾ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ എന്താണ്, ഡയറക്റ്റ് നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ ഡയറക്റ്റായിട്ട് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് മാറ്റുന്നുണ്ടെങ്കിൽ അത് പ്രൈമറിയാണ്. സെക്കൻഡറി ആണെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ടാകുന്ന ചേഞ്ചിനെ മെക്കാനിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്വാണ്ടിറ്റിയാക്കി മാറ്റി അതിനെ വീണ്ടും ഇലക്ട്രിക്കലിലേക്ക് ഒരു സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ ഉപയോഗിച്ചിട്ട് ട്രാൻസ്ഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസേഴ്സ്. ഇപ്പോൾ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, ഇപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ എന്താണ്, നമ്മളൊരു മൂവ്മെൻറ്റ് നമ്മൾ പഠിച്ചാണ്, ഫിസിക്സിലൊക്കെ പഠിച്ചാണ്, നമ്മളൊരു മൂവ്മെൻറ്റിനെ ഡയറക്റ്റായിട്ട് റെസിസ്റ്റൻസ് ചേഞ്ചാക്കി മാറ്റി. ദെർഫോർ ഇറ്റ്സ് കോൾഡ് പ്രൈമറി ട്രാൻസ്ഡ്യൂസർ. ഓക്കെ. നൗ എക്സാമ്പിൾ നോക്കുക. ദ സർക്യൂട്ട് ഓഫ് സ്ലൈഡിംഗ് റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ഈസ് ഷോൺ ഇൻ ഫിഗർ ബിലോ. ദ സ്ലൈഡിംഗ് കോണ്ടാക്ട്സ് ആർ പ്ലേസ്ഡ് ഓൺ ദി റെസിസ്റ്റീവ് എലിമെൻറ്റ്. ഇതാണ് സ്ലൈഡർ, അതൊരു റെസിസ്റ്റീവ് എലിമെൻറ്റിൻ്റെ മുകളിലാണ് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ. അപ്പോൾ സ്ലൈഡിങ്, ഓക്കെ. ദ സ്ലൈഡർ മൂവ്സ് ഹൊറിസോണ്ടലി, ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് സ്ലൈഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ദ മൂവ്മെൻറ്റ് ഓഫ് ദി സ്ലൈഡർ ചേഞ്ചസ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റീവ് എലിമെൻറ്റ് ഓഫ് ദി ട്രാൻസ്ഡ്യൂസർ, which is measured by the voltage source E. The displacement of the slider is converted into an electrical signal. ഒന്നുമില്ല, നോക്കാം. അപ്പോൾ ഇവിടെ നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വോൾട്ടേജ് ഡിവിഷൻ റൂൾ പ്രകാരം ഈ റെസിസ്റ്റൻസിന് R1 അക്രോസ് ആയിട്ടൊരു വോൾട്ടേജ് ഉണ്ടാവും, R2 അക്രോസ് ആയിട്ടും ഒരു വോൾട്ടേജ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഈ സ്ലൈഡർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് മാറ്റുകയാണെങ്കിൽ, അതായത് സ്ലൈഡർ എന്ന് പറയുമ്പം ഈ റെസിസ്റ്റൻസിൻ്റെ ഇവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് കുറവായിരിക്കും, അല്ലേ? കുറച്ച് ലെങ്ത് മാത്രമേ ഉള്ളൂ. ഇവിടെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, ഇവിടെ റെസിസ്റ്റൻസ് വീണ്ടും കൂടും, അല്ലേ? അപ്പോൾ സ്ലൈഡർ ഉപയോഗിച്ചിട്ട്
സ്ലൈഡർ മുകളിലോട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കൂടി വരും അല്ലേ. നമ്മൾ അതിന് അക്രോസുള്ള വോൾട്ടേജ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര റെസിസ്റ്റൻസ് കിട്ടും അല്ലേ. ആ ഒരു കൺസെപ്റ്റ് അറിയാമല്ലോ. റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു കറണ്ട് വി ഐ ഇൻറ്റു ആർ ഇസ് ഈക്വൽ ടു വോൾട്ടേജ്. അപ്പം ആർ എന്ന് പറയുന്നത് V/I. ഈ വോൾട്ടേജ് നമുക്കറിയാം, ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റെസിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ഇവിടെയുള്ള വോൾട്ടേജാണ് കിട്ടേണ്ടതെങ്കിൽ ഇവിടെയുള്ള റെസിസ്റ്റൻസാണ് കിട്ടേണ്ടതെങ്കിൽ ഇവിടെയുള്ള E0 എന്നുള്ള വോൾട്ടേജ് നോക്കും. എന്നിട്ട് ഈ ഒരു സർക്യൂട്ട് വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് മെഷർ ചെയ്യും, അതായിരിക്കും ഈ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സ്ലൈഡർ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡിൽ, ഇപ്പോൾ മുകളിലും താഴെയുള്ള റെസിസ്റ്റൻസ് വേരിയേഷൻ വരും അല്ലേ. അപ്പോൾ ആ രണ്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂന്ന് നമുക്ക് സിമ്പിളായിട്ട് സ്ലൈഡർ എവിടെയുള്ളത് എന്ന് മനസ്സിലാവും. അതായത് സ്ലൈഡറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്തു, സ്ലൈഡറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കോസ് എ റെസിസ്റ്റൻസ് ചേഞ്ച് ആൻഡ് ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. ഓക്കെ, ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, അപ്പം ബേസിക് വർക്കിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാം. നെക്സ്റ്റ്, അഡ്വാൻറ്റേജ് ഓഫ് റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ്? എന്തായിരിക്കും? ബോത്ത് AC and DC current or voltage is appropriate for the measurement of variable resistance. നമുക്ക് വേരിയബിൾ റെസിസ്റ്റൻസ് AC or DC ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ഗിവ് ദി ഫാസ്റ്റ് റെസ്പോൺസ്. കാരണം റെസിസ്റ്റൻസ് ആണ്, നമ്മൾ എപ്പോഴാണോ വോൾട്ടേജ് കൊടുക്കുന്നത് അപ്പം തന്നെ അതുവഴി ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ആൻഡ് ഇറ്റ്സ് ഗിവ്സ് എ ഫാസ്റ്റ് റെസ്പോൺസ്. ഇൻഡക്ടറിലും കപ്പാസിറ്ററിലൊക്കെ ഉള്ള പോലെ ഒരു ലാഗിങ് ഉണ്ടാവില്ല. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ വേരിയസ് സൈസ് and having a high range of resistance. These are the major advantages of resistive transducers. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ കൂടുതൽ അഡ്വാൻറ്റേജസ് ഉണ്ടാവും, നിങ്ങൾക്കത് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് വർക്കിംഗ് ഓഫ് റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്. അപ്പോൾ വർക്കിംഗ് ഓഫ് റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ഞാൻ പറയുന്നില്ല, ഈ ഒരു ഇക്വേഷൻ മാത്രം നോക്കുക. R is equal to rho L/A, where rho is the resistivity, L is the length, A is the cross sectional area. അപ്പം ഇങ്ങനൊരു കണ്ടക്ടർ ഉണ്ട് അല്ലേ, ഇങ്ങനൊരു കണ്ടക്ടർ ഉണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടക്ടറിൽ നമ്മളിപ്പം ഇതിൻ്റെ ലെങ്ത് ചേഞ്ച് ചെയ്താൽ അതിൻ്റെ റെസിസ്റ്റൻസ് ചേഞ്ച് ആവും. ഇതിൻ്റെ ഏരിയ ചേഞ്ച് ചെയ്താലും റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യും. അതുപോലെ ഈ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റിയും റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, ഇപ്പോൾ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ ആണെങ്കിൽ പൊട്ടൻഷ്യോമീറ്ററിൽ ഒരു സ്ലൈഡിങ് കോണ്ടാക്റ്റ് ഉണ്ട്. ആ സ്ലൈഡിങ് കോണ്ടാക്റ്റ് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ലൈഡിങ് കോണ്ടാക്റ്റ് മൂവ് ചെയ്യുമ്പം ആക്ച്വലി എന്താ ചെയ്യുന്നത്, ഇതിലുണ്ടാവുന്ന ലെങ്ത്, ഈ നമ്മുടെ മെഷർ ചെയ്യേണ്ട ലെങ്താണ് ചേഞ്ച് ആവുന്നത് അല്ലേ. അപ്പോൾ ആ ലെങ്ത് ചേഞ്ച് റെസിസ്റ്റൻസിൽ ചേഞ്ചസ് ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ആ റെസിസ്റ്റൻസ് മെഷർ ചെയ്ത് അതിനെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആക്കിയിട്ട് മാറ്റാം. അപ്പോൾ അതുപോലെ ഈ ലെങ്ത്, ഏരിയ, ഈ രണ്ട് പാരാമീറ്റേഴ്സിൽ ചേഞ്ച് വരുത്താണ് ആക്ച്വലി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക, ദ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ഈസ് ഡിസൈൻഡ് ബൈ കൺസിഡറിങ് ദി വേരിയേഷൻ ഓഫ് ലെങ്ത്, ഏരിയ ആൻഡ് റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ. നെക്സ്റ്റ് വരുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് അപ്ലിക്കേഷൻസ് ഓഫ് റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്? എന്തൊക്കെയാണ്? പൊട്ടൻഷ്യോമീറ്റർ, ദ അപ്ലിക്കേഷൻ മീൻസ് റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസറിൻ്റെ അപ്ലിക്കേഷൻസ്. ആക്ച്വലി വാട്ട് ആർ ദി ഡിഫറെൻറ്റ് റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, ദാറ്റ് ഈസ് ദി ക്വസ്റ്റ്യൻ. പൊട്ടൻഷ്യോമീറ്റർ, അപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ ഓൾറെഡി +2 ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. ഞാൻ പറഞ്ഞു എന്താണ്, ഒരു സ്ലൈഡിങ് കോണ്ടാക്റ്റിൻ്റെ മുകളിൽ ഒരു സ്ലൈഡർ ഉണ്ടാവും. ഈ സ്ലൈഡർ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ ഒരു മെറ്റീരിയലിൻ്റെ രണ്ട് സൈഡിൽ ഓരോ റെസിസ്റ്റൻസ് ആയിരിക്കും, R1 R2. അപ്പോൾ ഈ R1 R2 സ്ലൈഡർ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് R1 ഇൻക്രീസ് ചെയ്യും, R2 ഡിക്രീസ് ചെയ്യും. നേരെ തിരിച്ച് R2 ഇൻക്രീസ് ചെയ്യും, R1 ഡിക്രീസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട്. അപ്പം അങ്ങനെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിനെ ഇലക്ട്രിക്കൽ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്ഡ്യൂസറാണ് പൊട്ടൻഷ്യോമീറ്റർ. നെക്സ്റ്റ് വരുന്നത് സ്ട്രെയിൻ ഗേജ്. സ്ട്രെയിൻ ഗേജ് ഞാൻ പറയുന്നില്ല, കാരണം അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വർക്കിംഗ് ഓഫ് സ്ട്രെയിൻ ഗേജസ് ആണ്. നെക്സ്റ്റ് വരുന്നത് റെസിസ്റ്റൻസ് തെർമോമീറ്റർ. അപ്പോൾ റെസിസ്റ്റൻസ് തെർമോമീറ്റർ എന്താ ചെയ്യുന്നത്, റെസിസ്റ്റൻസ് ഓഫ് ദി മെറ്റൽ, ഇപ്പം ഞാൻ പറഞ്ഞു R is equal to
റോ എൽ ബൈ എ, അത് റെസിസ്റ്റിവിറ്റി ലെങ്ത് ഏരിയ. ഇത് കൂടാണ്ട് ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസിനെ എഫക്റ്റ് ചെയ്യുന്ന വേറൊരു പാരാമീറ്ററാണ് ടെമ്പറേച്ചർ. അപ്പം അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഓരോ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും. നോർമലി ഡിക്രീസ് ചെയ്യും അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യും. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ മെറ്റീരിയൽ. അപ്പം ദർ ഷുഡ് ബി എ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ആ ഒരു ചേഞ്ച്, ആ ഒരു സ്പെഷ്യാലിറ്റീനെ നമ്മൾ ആ ഒരു എബിലിറ്റി ഓഫ് കണ്ടക്ടർ, അതിനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ട്രാൻസ്ഡ്യൂസറായിട്ട് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ ചേഞ്ചസിനെ റെസിസ്റ്റൻസ് ചേഞ്ച് ആക്കി റെസിസ്റ്റൻസ് ചേഞ്ചിനെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് തെർമിസ്റ്റർ. തെർമിസ്റ്ററും എന്താണ്, സിമിലർ ടു ദാറ്റ് ഓഫ് എ റെസിസ്റ്റൻസ് തെർമോമീറ്റർ. എന്താണ്, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് ദി തെർമിസ്റ്റർ മെറ്റീരിയൽസ് വാരീസ് വിത്ത് ടെമ്പറേച്ചർ. Thermistor has a negative temperature coefficient. The negative temperature coefficient means that temperature is inversely proportional to resistance. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കുറയും, നേരെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. അതാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദർ ആർ നമ്പർ ഓഫ് വേസ് ബിക്കോസ് ഓഫ് വിച്ച് ദ റെസിസ്റ്റൻസ് ഓഫ് ദ മെറ്റൽ ചേഞ്ചസ് with the change in physical phenomena, and the property of the conductor is used for measuring the physical quantities of the material. Okay, these are the applications of resistive transducer. ഇനി വരുന്നത് സ്ട്രെയിൻ ഗേജ്. അപ്പോൾ സ്ട്രെയിൻ ഗേജ് എന്താണ്, ഇറ്റ്സ് എ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് സ്ട്രെയിൻ ഗേജ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, okay, I will explain what is strain gauge. Before that, എന്താണ്, you need to understand it's a resistive transducer. അപ്പം റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസറിൻ്റെ കോമൺ ആയിട്ടുള്ള പാരാമീറ്ററാണ് R is equal to rho L by A. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എല്ലാ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസറും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതായത് ലെങ്ത് ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ ഏരിയ, ഒരു സ്ട്രെയിൻ ഗേജ്. ഇപ്പോൾ സ്ട്രെയിൻ ഗേജ് ആകുമ്പോൾ ഇതാണ് സ്ട്രെയിൻ ഗേജിൻ്റെ ഫിസിക്കൽ ഷേപ്പ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മളൊരു സ്ട്രെയിൻ, ഇപ്പോൾ ഇത് നമ്മളിങ്ങനെ അമർത്തുകയാണെങ്കിൽ, ഇഫ് യു ആർ പ്രസ്സിങ് എബോവ് ദിസ്, ദർ ഷുഡ് ബി എ ചേഞ്ച് ഇൻ ഏരിയ. അതിൻ്റെ ഒരു ഏരിയ ചേഞ്ച് അല്ലെങ്കിൽ ലെങ്തിൽ ഇൻക്രീസ് ഉണ്ടാവും അല്ലേ. ഡിപ്പെൻഡ്സ് ഓൺ ദി സ്ട്രെയിൻ, ദർ ഷുഡ് ബി എ ചേഞ്ച് ഇൻ ലെങ്ത് ഓർ ഏരിയ. അപ്പോൾ ആ ലെങ്ത് ഓർ ഏരിയ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ദർ ഷുഡ് ബി എ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്, ആൻഡ് ദെർഫോർ വി ക്യാൻ കൺവേർട്ട് സ്ട്രെയിൻ ഇൻ ടു ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്, ആൻഡ് ദെൻ ദിസ് ഇൻ ടു any electrical parameters like current or voltage. Okay, therefore we can measure the change in strain. അപ്പോൾ ഇതായിരിക്കും ഏതൊരു റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസറിൻ്റെ വർക്കിങ്ങിലും മേജറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക സ്ട്രെയിൻ ഗേജ് എന്താണ്. സ്ട്രെയിൻ ഗേജ് ഈസ് എ പാസീവ് ട്രാൻസ്ഡ്യൂസർ ദാറ്റ് കൺവേർട്സ് മെക്കാനിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ടു ദി ചേഞ്ചസ് ഓഫ് റെസിസ്റ്റൻസ്. എ സ്ട്രെയിൻ ഗേജ് സെൻസർ ഈസ് എ തിൻ വേഫർ ലൈക്ക് ഡിവൈസ്. ഇപ്പോൾ നമ്മൾ കണ്ടു തിൻ വേഫർ ലൈക്ക് ഡിവൈസ് ആണ്. ദാറ്റ് ക്യാൻ ബി അറ്റാച്ച്ഡ് വിത്ത് വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് ടു മെഷർ ദി അപ്ലൈഡ് സ്ട്രെയിൻ. ഇപ്പോൾ നമ്മൾ റോപ്പ്, കയറ്, റോപ്പ്, അതുപോലെ കമ്പി, ഇതിനൊക്കെ സ്ട്രെയിൻ എത്ര കിട്ടുന്നുണ്ട് എന്നൊക്കെ മെഷർ ചെയ്യേണ്ടി വരും ഓരോ സിറ്റുവേഷൻസിൽ. അപ്പം അത് മെഷർ ചെയ്യാൻ വേണ്ടി അതിലൊക്കെ നമ്മൾ ഈ ഒരു വേഫർ പോലുള്ള സ്ട്രെയിൻ ഗേജ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രഷറിന് അല്ലെങ്കിൽ സ്ട്രെയിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ദർ ഷുഡ് ബി എ റെസിസ്റ്റൻസ് ചേഞ്ച്. These are used as fundamental sensor in many type of sensors like pressure sensor, load cells, torque sensors, etc. ഇതിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ these are used as a fundamental sensor in many type of sensors. അപ്പോൾ സെൻസേഴ്സ് എന്താണ്, പ്രഷർ സെൻസർ സെൻസ് ചെയ്യും. അപ്പോൾ ആക്ച്വലി പ്രഷർ സെൻസറിൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ തന്നെയാണ്. The resistance of a strain gauge varies. നോക്കുക, ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. Resistance of a strain gauge varies with the applied force, and it converts the parameters such as force, pressure, tension, weight, etc. അതായത് force, pressure, tension, weight, etc. into a change in resistance that can be measured later on. Okay. Whenever an external force is applied to an object, it tends to change its shape and size, thereby altering its resistance. The stress is
the internal resisting capacity of an object, while strain is the amount of deformation experienced by it. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൊടുക്കുന്ന ഫോഴ്സ് ആ രീതിയിലാണ് സ്ട്രെസ് എടുക്കുന്നത്. അപ്പോൾ സ്ട്രെയിൻ എന്ന് പറയുമ്പം അതിലുണ്ടാകുന്ന കപ്പാസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ്, ബട്ട് സ്ട്രെയിൻ ഈസ് ദി എമൗണ്ട് ഓഫ് ഡീഫോമേഷൻ. നമ്മൾ സ്ട്രെസ് കൊടുക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഡീഫോമേഷൻ, അതിൻ്റെ ഷേപ്പിലൊരു ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ അതാണ് ആക്ച്വലി സ്ട്രെയിൻ. ഓക്കെ, അപ്പം ഇതാണ് സ്ട്രെയിൻ ഗേജിൻ്റെ ബേസിക് വർക്കിംഗ്. നൗ സ്ട്രെയിൻ ഗേജ് വർക്കിംഗ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, സെയിം തന്നെയാണ്. ദ ഫോയിൽ ടൈപ്പ് സ്ട്രെയിൻ ഗേജസ് ആർ വെരി കോമൺ, വിച്ച് റെസിസ്റ്റീവ് ഫോയിൽ ഈസ് മൗണ്ടഡ് ഓൺ എ ബാക്കിംഗ് മെറ്റീരിയൽ. ദീസ് ആർ അവൈലബിൾ ഇൻ വെറൈറ്റി ഓഫ് ഷേപ്സ് ആൻഡ് സൈസ് ഫോർ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ. ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഫോയിൽ, ഒരു ഫോയിൽ ടൈപ്പ്, ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ് ഫോയിൽ ടൈപ്പ്. ദ റെസിസ്റ്റൻസ് ഓഫ് ദി ഫോയിൽ ചേഞ്ചസ് as the material to which the gauge is attached undergoes tension or compression due to the change in its length and diameter. This change in resistance is proportional to the applied strain, and as this change in resistance is very small in magnitude, so its effect can be only sensed by a Wheatstone bridge. This is the basic strain gauge working principles. എല്ലാ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇതാണ്. സ്ട്രെയിൻ ഗേജ് ആയതുകൊണ്ട് സ്ട്രെയിൻ വരുമ്പോൾ അതിൽ ഫിസിക്കൽ പാരാമീറ്റേഴ്സിൽ ലെങ്തോ റെസിസ്റ്റൻസിൽ ചേഞ്ച് ഉണ്ടാവുമെന്ന് പറയും, അത്രമാത്രം. ഇനി ഇതാണ് ഇമ്പോർട്ടൻറ്റ്. സ്ട്രെയിൻ ഗേജ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ഫിഗർ വരച്ച് വെക്കുക. ഇതിങ്ങനെ സ്ട്രിപ്പായിട്ടുള്ള രീതിയിലുള്ളൊരു ഫിഗറാണ്. ഇതതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ്. ഇനി നമ്മൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ വെരി സ്മോൾ ആയിരിക്കും. ഇപ്പോൾ 100 ഓം 100 ഓം റെസിസ്റ്റൻസ് അല്ലെങ്കിൽ 1 ഓം 5 ഓം റെസിസ്റ്റൻസ് ഉണ്ടാവണമെന്നില്ല. മില്ലി ഓം ചേഞ്ചസ് മാത്രമേ ഉണ്ടാവും. കാരണം വെരി സ്മോൾ ചേഞ്ച് ഇൻ ലെങ്ത് ആണ്, ഏരിയയൊക്കെയാണ്. അപ്പം വെരി സ്മോൾ ചേഞ്ചസ് മാത്രമേ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രെയിൻ ഗേജിൻ്റെ വർക്കിംഗ് ഒരു 15 മാർക്കിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് വരച്ചിട്ട് ഈ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിൻ്റെ ബാലൻസ് ഇക്വേഷൻ അടക്കം നമുക്ക് ചെയ്യാം, അല്ലേ? നമ്മൾ ഇത് ഈക്വൽ ടു ഇതെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിൻ്റെ വർക്കിംഗ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതും കൂടി നിങ്ങൾക്ക് എഴുതി പഠിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ ഈ വോൾട്ടേജ്, ഈ വോൾട്ട് മീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് ഈ R1 R2 R3 RX ഈ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലേ? അപ്പോൾ ഈ റെസിസ്റ്റൻസിന് പ്രൊപ്പോർഷണലായിരിക്കും ഈ വോൾട്ട് മീറ്ററിലെ റീഡിങ്. അത് റെസിസ്റ്റൻസ് ബാലൻസ് ആണെങ്കിൽ വോൾട്ട് മീറ്റർ റീഡിങ് 0 ആയിരിക്കും, അല്ലേ? അപ്പോൾ ഈ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വോൾട്ട് മീറ്റർ റീഡിങ്ങിലും ഒരു ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഈ ഒരു റെസിസ്റ്റൻസ് ചേഞ്ചിനെ ഈ ഒരു വോൾട്ട് മീറ്റർ ചേഞ്ചിലേക്ക് കാലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് സ്ട്രെയിൻ മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൽ ഇപ്പോൾ റെസിസ്റ്റൻസ് 5 ഓം ചേഞ്ച് ചെയ്തു, അതായത് സ്ട്രെയിൻ നമ്മളൊരു പെർട്ടിക്കുലർ സ്ട്രെസ് അപ്ലൈ ചെയ്തപ്പോഴാണ് 5 ഓം ചേഞ്ച് ചെയ്തത്. അപ്പോൾ ആ സ്ട്രെസ്സിൻ്റെ യൂണിറ്റിന് പ്രൊപ്പോർഷനായിട്ട് ഈ 5 ഓം ചേഞ്ചിൽ ഈക്വലായിട്ട് 2 വോൾട്ടാണ് ഈ വോൾട്ട് മീറ്ററിൽ ചേഞ്ച് ഉണ്ടായത്. അപ്പോൾ നമുക്ക് കാലിബ്രേഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? ഇത്ര പോലെ ഇപ്പം ദാറ്റ് മച്ച് സ്ട്രെയിനിന് 2 വോൾട്ടാണ് ചേഞ്ച്. അപ്പോൾ സ്ട്രെസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ 2 വോൾട്ട് എന്ത് ചെയ്യും? 3 വോൾട്ടായി. ഇപ്പോൾ 3 വോൾട്ട് ആകുമ്പോൾ എത്ര സ്ട്രെസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര സ്ട്രെയിൻ ചേഞ്ചസ് ഉണ്ടായി എന്നുള്ളത്, എത്ര സ്ട്രെസ് കൊടുത്തു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഡയറക്റ്റ് കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നു, കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. അതായത് ഡയറക്റ്റ് കാലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ട്മീറ്റർ റീഡിങ്ങിന് ഡയറക്റ്റായിട്ട് എത്ര സ്ട്രെയിൻ അല്ലെങ്കിൽ എത്ര സ്ട്രെസ് അപ്ലൈ ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതും സെയിം തന്നെയാണ്. ഇത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഇതാണ് എ സർക്യൂട്ട് ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. സർക്യൂട്ട് ഈസ് ഡിസൈൻ ദാറ്റ് വെൻ നോ ഫോഴ്സ് ഈസ് അപ്ലൈഡ് സ്ട്രെയിൻ ഗേജ് R1 ഈസ് ഫോഴ്സ് അപ്ലൈ ചെയ്യാത്ത സമയത്ത് R1 ഈസ് ഈക്വൽ ടു R2 ആൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് സ്ട്രെയിൻ ഗേജ് ഈസ് ഈക്വൽ ടു R3. അത് R1 R2 ആണ്, R3 ഈസ് ഈക്വൽ ടു RX, അല്ലേ? ഒരു ഫോഴ്സും അപ്ലൈ ചെയ്യാത്ത സമയത്ത് R1 ഈസ് ഈക്വൽ ടു R3, R2 ഈസ് ഈക്വൽ ടു സ്ട്രെയിൻ ഗേജിൻ്റെ റെസിസ്റ്റൻസ്, അതായത് ബാലൻസ്ഡ് കണ്ടീഷൻ. ഇൻ ദിസ് കണ്ടീഷൻ വിറ്റ്സ്റ്റൺ ബ്രിഡ്ജ് ഇസ് ബാലൻസ്ഡ്. സോ വോൾട്ട്മീറ്ററിലും ഗാൽവനോമീറ്റർ ഷോസ് നോ ഡിഫ്ലക്ഷൻ. ബട്ട് വെൻ സ്ട്രെയിൻ ഈസ് അപ്ലൈഡ് എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് ഓഫ് സ്ട്രെയിൻ ഗേജ് സെൻസർ ചേഞ്ച് ചെയ്യും. വിറ്റ്സ്റ്റൺ ബ്രിഡ്ജ് ബിക്കം അൺബാലൻസ്ഡ്. എ കറണ്ട് ഫ്ലോസ് ടു ദി വോൾട്ട്മീറ്റർ. വോൾട്ട്മീറ്ററിലൊരു റീഡിങ് ചേഞ്ച് ഉണ്ടാവും.
സിൻസ് ദ നെറ്റ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി അപ്ലൈഡ് സ്ട്രെയിൻ, ഇപ്പോൾ സ്ട്രെയിനിന് പ്രൊപ്പോർഷണൽ ആണ്. ദെർഫോർ ദ റിസൾട്ടൻറ്റ് കറണ്ട് ഫ്ലോസ് ടു ദ വോൾട്ട്മീറ്റർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി അപ്ലൈഡ് സ്ട്രെയിൻ. ഓക്കെ, സോ ദ വോൾട്ട്മീറ്റർ ക്യാൻ ബി കാലിബ്രേറ്റഡ് ഇൻ ടേംസ് ഓഫ് സ്ട്രെയിൻ ഓർ ഫോഴ്സ്. ഇപ്പോൾ വോൾട്ട്മീറ്റർ നമുക്ക് സ്ട്രെയിൻ അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ ടേംസിൽ കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു വർക്കിംഗ് ഓഫ് ദി സ്ട്രെയിൻ ഗേജ്. അപ്പോൾ R is equal to LA, അതായത് റെസിസ്റ്റൻസ് is equal to rho L by A ആണ്. അപ്പം റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. അത് ഇങ്ങനെ ലെങ്തോ ഏരിയയോ ചേഞ്ച് ചെയ്യുമ്പോൾ അതിന് എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് R is equal to rho എന്നുള്ളൊരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് R is equal to L by R is proportional to R is equal to എന്ന് എഴുതിക്കൂടെ, R proportional to L by A എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ 20 minutes ആയി. ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ രണ്ടാമത്തെ ഒരു വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് വരണ്ട. ഓക്കെ.